ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ പോയി, ശിവക്ഷേത്രത്തിലാണ് പോയത്. തൊഴുതു, തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിനുശേഷം വീണ്ടും യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ വിഷു ആയിരുന്നു. വിഷുവിന് അമ്മയെ കാണാനൊന്നും പോകാൻ പറ്റിയില്ല. എല്ലാ വർഷവും പോവുകയും കൈനീട്ടം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പം പോകാൻ പറ്റിയില്ല, പനിയായിരുന്നു. അതുകൊണ്ട് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയുടെ അടുത്തേക്ക് പോയി. കുറച്ച് നാൾ വയ്യാതിരുന്നതിനാൽ പോകാൻ പറ്റിയില്ല. അപ്പം അവിടെ ചെന്ന് അടുത്ത വിശേഷങ്ങളൊക്കെ കുറേ നേരം പറഞ്ഞിരുന്ന് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഉച്ചയോടുകൂടി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോന്നു. അതും സ്വന്തം വീടാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നതാണല്ലോ നമ്മുടെ സ്വന്തം വീടെന്ന് പറയുന്നത്. അപ്പം ഉച്ചയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ അവഗണിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് വീട്ടിൽ എത്തിച്ചേർന്ന്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനുള്ള സമയമായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വിശ്രമിക്കണമല്ലോ. കുറച്ച് നേരം വിശ്രമിച്ച് അതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായ എല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു യാത്ര പോയാലോ എന്ന് മോൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും യാത്ര തിരക്ക് പിടിച്ച ദിവസമായി, എന്നാലും പോയേക്കാം. യാത്രയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളതാണല്ലോ. വീട്ടിലിപ്പോഴും ഇരിക്കുന്നതിനേക്കാളും പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കുമല്ലോ. അപ്പോൾ വീണ്ടും 4 മണിക്ക് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കോട്ടയത്തെ ലുലു ഒന്ന് കാണാമല്ലോ. ഒരു പ്രാവശ്യം പോയതായിരുന്നു, എന്നാലും വീണ്ടും ഒന്നുകൂടെ പോകാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ പോയപ്പോഴാണ് മണർകാട് ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെ കൂടെ കയറിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ എല്ലാം കണ്ടതിന് ശേഷം മണർകാട് പള്ളിയിലും കയറി. അതിന് ശേഷം വീണ്ടും നമ്മൾ കോട്ടയത്തെ ലുലുവിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒത്തിരി തിരക്ക് കാണത്തില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ പോയത്. നല്ല തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ കയറി കുറേ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിയ സാധനമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വാങ്ങിയത് എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തെല്ലാം വാങ്ങിക്കാൻ നമുക്ക് അവിടെ ചെന്നാൽ അറിയില്ലല്ലോ. അതുപോലെ സാധനങ്ങളുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് തിരക്കായതുകൊണ്ട് കുറേ നേരമൊന്നും നിന്നില്ല. എന്നാലും തിരിച്ചു വന്നപ്പോൾ സമയം 10 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ ലുലുവിൽ പോയി പർച്ചേസൊക്കെ നടത്തി. എല്ലാം നല്ല സാധനങ്ങളാണ്, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കി വെച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. യാത്രയുണ്ടായിരുന്നു. നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും തിരക്ക് ആകുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തന്നെ ചിന്തിക്കും. പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാതിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചിന്തകളൊക്കെ വരുന്നത്. ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ അത് വേണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഓരോ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്കൊന്നും ചിന്തിക്കാനാവില്ല. പിന്നെ യാത്രകൾ പോവുക, വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തോട്ടിറങ്ങി പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ 1-2 ദിവസം ആഴ്ചയിൽ ചിലവഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാകും. പിന്നെ ലാസ്റ്റ് കുക്കിങ്ങോടെ കാണിക്കുന്നുണ്ട്. ഇന്ന് കുക്കിങ് രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയില്ല. ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു. അതിനുശേഷം മോര് കറി ഉണ്ടാക്കി, പിന്നെ തോരനുണ്ടാക്കി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും എല്ലാവർക്കും തിരക്കുള്ളതാകട്ടെ. എല്ലാവരും യാത്രകൾ പോവുക, എല്ലാവരും സന്തോഷിക്കുക, എല്ലാവരും ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ഒന്നിച്ചു പോകുമ്പോഴാണ് നമുക്ക് യാത്രകൾ മനോഹരമാകുന്നത്. മക്കളുമായിട്ട് കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ സന്തോഷമില്ല. എല്ലാവരും ഒത്തു പോകുമ്പോൾ കുറേ നിമിഷങ്ങൾ വളരെ സന്തോഷമുള്ളതായിരിക്കും. അങ്ങനെ ഒരു ദിവസം നല്ല മനോഹരമായ ഒരു ദിവസമായിരുന്നു. സന്തോഷമുള്ള ദിവസമായിരുന്നു. പുറത്ത് പോയതും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതും കുട്ടികളുമായിട്ട് പേരക്കുട്ടിയും അതുപോലെ തന്നെ മോനും ഒക്കെ ആയിട്ട് ഒന്നിച്ച് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച്